തിരിക്കാൻ ശ്രമിക്കുന്നുണ്ട് ആളൂർ വരെ. ഒരു ചെറിയ ചെറിയ വണ്ടികളപ്പോൾ നമുക്ക് കുറച്ച് മാറ്റങ്ങളുണ്ടാവും. ഇപ്പോൾ വലിയ വണ്ടികൾ മാത്രമാണ് നമുക്ക് ടോളിൽ ഇപ്പോൾ ബ്ലോക്കും കൂടി ഇല്ലാത്തതുകൊണ്ട് മൊത്തം മുരിങ്ങൂരിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മാക്സിമം സ്ട്രെങ്ത്ത് വെച്ചിട്ട് നമ്മൾ ശ്രമിക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ എക്സിറ്റ് ഉണ്ട്, നമ്മുടെ മുരിങ്ങൂർ പാലം പണി നടക്കുന്ന അവിടെ കുഴികൾ ഒരുപാട് ഫോം ചെയ്തിട്ടുണ്ട്. ഇന്നലെ ഒരു ലോറി മറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ വരുന്ന ഈ ബ്ലോക്കുകളാണ്. വലിയ വണ്ടികൾ ഇപ്പോൾ റിസ്ട്രിക്റ്റഡ് ആയിട്ട് ഇവർ തമ്മിലും ഒരു ചെറിയ ഈ കോമ്പറ്റീഷൻ പോലെയാണ്. അവിടെ ചെന്ന് കഴിയുമ്പോൾ ആരാദ്യം കയറണമെന്നുള്ളൊരു പ്രശ്നമുണ്ട്. അപ്പോൾ ഒന്നും കൂടെ ഫ്ലോ കുറയാണ്. ഇപ്പോൾ നമ്മൾ കുറച്ച് റിസ്ട്രിക്റ്റഡോടെ ഒരു ഫ്ലോ ആയിട്ട് വിടുന്നുണ്ട്. അവർ ആ ഡിസിപ്ലിൻ കീപ്പ് ചെയ്യുമ്പോൾ നമുക്കതൊരു നല്ല മാറ്റം ഉണ്ടാകുന്നു. കൊടകരയിൽ നിന്ന് നമ്മൾ തിരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ശ്രമിക്കുന്നുണ്ട്. ഒരു മാറ്റങ്ങളുണ്ടാവും. ഒരു അരമണിക്കൂർ കൊണ്ട് ഞങ്ങൾ നല്ലൊരു മാറ്റം ഉണ്ടാവും. പിന്നെ ഇതിൻ്റെ ഇടയിൽ കാറുകൾ കുടുങ്ങിയിട്ടുണ്ടെങ്കിലുള്ള വിഷമമാണ് കാര്യം. എയർപോർട്ടിലൊക്കെ പോകേണ്ടവർ അവരെങ്ങനെയെങ്കിലും എത്തുകയാണെങ്കിൽ ഞങ്ങൾ ഇവിടെ ഒരു എമർജൻസി എക്സിറ്റ് വഴി ചെറിയ വണ്ടികൾക്കും നമ്മുടെ പാസഞ്ചേഴ്സ് ഉള്ള വണ്ടിക്കും ഞങ്ങളൊരു എമർജൻസി എക്സിറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. വലിയ വണ്ടികൾ പോകാൻ പറ്റില്ല, അതിൽ കുഴി ഫോം ചെയ്യും. അപ്പോൾ എമർജൻസി വരുന്ന വണ്ടികൾ നമ്മൾ എത്രയും പെട്ടെന്ന് എത്തിക്കാനായിട്ട് എമർജൻസി റൂട്ട് നമുക്ക് കിട്ടിയ നിർദ്ദേശപ്രകാരം മേലുദ്യോഗസ്ഥർ തന്ന നിർദ്ദേശപ്രകാരം നമ്മൾ കൊടുക്കുന്നുണ്ട്. അതുതന്നെയാണ് സുജിയ. ഇപ്പോൾ ചില മറ്റ് ബദൽ മാർഗങ്ങളൊക്കെ തന്നെ പോലീസ് നൽകുന്നുണ്ട്. അത് പരമാവധി പ്രചരിപ്പിക്കാൻ വേണ്ടി നിർദ്ദേശിക്കുന്നുമുണ്ട്. അത്തരത്തിൽ ഈ ചാലക്കുടിയിൽ നിന്ന് മാള വഴി, അതോടൊപ്പം തന്നെ മറ്റ് ചില ചെറിയ വഴികൾ വഴിയൊക്കെ തന്നെ ചെറിയ വാഹനങ്ങൾ, ഒരിക്കലും വലിയ വാഹനങ്ങൾ അതുവഴി പോകരുത്. വലിയ ലോറികളൊക്കെ തന്നെ ഇത്തരത്തിൽ നിരനിരയായി ഇവിടെ നിൽക്കുന്നുണ്ട്. ഇവയൊക്കെ തന്നെ തടഞ്ഞുകൊണ്ട് ഓരോ ലൈൻ മാത്രമായി ഇപ്പോൾ കടത്തിവിടുകയാണ്. അല്ലെങ്കിൽ മുരിങ്ങൂർ വലിയ കുഴികളുണ്ട്. അർജുൻ, നമുക്ക് പ്രേക്ഷകർക്ക് കൊടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ നമുക്ക് അതിലേക്കൊന്ന് ഫോക്കസ് ചെയ്യാം. ഇപ്പോൾ തൃശ്ശൂരിൽ നിന്ന് എറണാകുളത്തേക്കോ വരുന്ന വഴിയാണ് ഇങ്ങനെ കുടുങ്ങിക്കിടക്കുന്നത് അല്ലേ? ഈ ഗതാഗത കുരുക്കിൽ ആളുകൾ മണിക്കൂറുകളായി കിടക്കുകയാണ്. മുരിങ്ങൂർ മുതൽ പോട്ട വരെയുള്ള ഒരു വലിയ നിര നമുക്ക് ആകാശ ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമായി തന്നെ കാണാം. ഇന്ന് രാവിലെ മുതൽ ഇതാണ് അവസ്ഥ. അപ്പോൾ അത്യാവശ്യമായി പോകാൻ വന്ന ആളുകൾ, യാത്രയ്ക്കായി ദീർഘയാത്രയ്ക്കായി പോകുന്ന ആളുകൾ, അങ്ങനെ നിരവധി പേർ, അതിൽ അത്യാവശ്യത്തിന് ഹോസ്പിറ്റൽ അടക്കമുള്ള കാര്യങ്ങൾക്കായി പോകുന്ന ആളുകൾ ഉണ്ടാകും. ആംബുലൻസ് ഒക്കെ ഇടയ്ക്ക് കിടക്കുന്നത് നമ്മൾ കണ്ടിരുന്നു. ആംബുലൻസുകൾക്കടക്കം മുന്നോട്ട് പോകാൻ കഴിയാത്ത രീതിയിൽ ഈ കുരുക്ക് മാറിയിട്ടുണ്ടോ? വളരെ പതുക്കെയാണ് വാഹനങ്ങൾ നീങ്ങുന്നത് നമ്മൾ കാണുന്നത്. മണിക്കൂറുകൾക്ക് ശേഷമാണ് ഈ കാഴ്ച വീണ്ടും നമുക്ക് പ്രേക്ഷകരിലേക്ക് ആവർത്തിച്ച് കാണിക്കേണ്ടി വരുന്നത്. ഉദ്ദേശം എത്ര കിലോമീറ്റർ ദൈർഘ്യത്തിൽ ഈ കുരുക്ക് ഇപ്പോഴുണ്ട് അർജുൻ? സുജയ, നമ്മൾ ഗൂഗിൾ മാപ്പിൽ നോക്കുമ്പോൾ ഏതാണ്ട് 6 കിലോമീറ്ററിലധികം, ഏതാണ്ട് 7 കിലോമീറ്ററോളം എന്ന് തന്നെ പറയാം, ഇത്തരത്തിൽ ചുവന്ന് കിടക്കുകയാണ്. ആ 7 കിലോമീറ്ററോളം ദൂരത്തിൽ ബ്ലോക്ക് ഉണ്ട് എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കണം. അതായത് പാലിയേക്കര ടോളിനപ്പുറം തുടങ്ങുന്ന ബ്ലോക്ക് ഏതാണ്ട് മുരിങ്ങൂരിന് അടുത്തുവരെ ഈ ബ്ലോക്ക് തുടരുന്നുണ്ട്. പല ഇടങ്ങളിലും പോലീസ് ഗതാഗത നിയന്ത്രണമൊക്കെ ഏർപ്പെടുത്തിക്കൊണ്ട് ഇപ്പോൾ ഗതാഗത കുരുക്ക് അഴിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അത് വലിയ ബുദ്ധിമുട്ടാണ്. കാരണം ഒന്ന്, ഈ പറയുന്ന പലയിടത്തും നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്നുണ്ട്, പലയിടത്തും കുഴികളുണ്ട്, അതോടൊപ്പം തന്നെ വലിയ വെള്ളക്കെട്ടും മറ്റും പല ഭാഗങ്ങളിൽ രൂപപ്പെട്ടിട്ടുണ്ട്, മഴയുണ്ട്. ഇതൊക്കെ തന്നെ വലിയ തടസ്സമായി നിൽക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ കാണുന്നത് മുരിങ്ങൂർ എന്ന സ്ഥലമാണ്. അവിടെയാണ് ഇന്നലെ രാത്രി ഈ തടിലോറി മറിഞ്ഞത്. ഈ കാണുന്ന ഗതാഗത കുരുക്കിലാണ് ഇന്നലെ തടിലോറി മറിഞ്ഞത്. അവിടെ ഇന്നലെ ഏറെ പ്രയാസപ്പെട്ടാണ് ഈ ലോറി മാറ്റുകയും ചെയ്തത്. ഇതിൽ ഈ പോലീസ് അനുഭവിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നം, സാധാരണ രീതിയിൽ ഈ ടോൾ പിരിക്കുമ്പോൾ കരാർ കമ്പനി മറ്റ് സർവീസുകൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അതായത് കൊച്ചിയിൽ നിന്ന് അവിടേക്ക് രാവിലെ എത്തിയതാണ്. ഇനി തിരിച്ചു വരാനുള്ള വഴിയിൽ ഈ കുരുക്ക് മാറിയാലല്ലേ അർജുനും തിരിച്ച് കൊച്ചിക്ക് വരാൻ കഴിയൂ? തീർച്ചയായും സുജിയ, വലിയ ഗതാഗത കുരുക്കിൽ തന്നെയാണ് നമ്മളും ഉള്ളത്. അതായത് മുരിങ്ങൂരിനപ്പുറം മുതൽ ഏതാണ്ട് കിലോമീറ്ററുകളോളം ഈ ഗതാഗത കുരുക്കുണ്ട്. ഇവിടെ നിന്ന് നമ്മൾ കൊച്ചിയിലേക്ക് വരികയാണെങ്കിൽ ഏറെ സമയമെടുക്കും. പ്രത്യേകിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വിമാനത്താവളത്തിലേക്ക് പോകുന്നവരൊക്കെ തന്നെ വളരെ ശ്രദ്ധിക്കണം. മറ്റ് സമാന്തരമായ മാർഗ്ഗങ്ങൾ തേടണം, ആരുടെങ്കിലും ചോദിക്കണം, അല്ലെങ്കിൽ ഗൂഗിൾ മാപ്പ് വഴിയും മറ്റും നോക്കിക്കൊണ്ട് മറ്റു വഴികൾ തേടണം. ഇല്ലെങ്കിൽ ഇത്തരത്തിൽ എയർപോർട്ടിൽ കൃത്യസമയത്ത് എത്താൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാവും. ആശുപത്രിയിലേക്ക് പോകുന്നവരും വലിയ ദുരിതം അനുഭവിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ രാവിലെ ഉള്ള സമയം ഓഫീസ് ടൈമാണ്. സ്വാഭാവികമായും വലിയ തിരക്ക് അല്ലെങ്കിൽ തന്നെ അനുഭവപ്പെടുന്ന ഒരു മേഖലയാണ്. അവിടെയാണ് ഇത്തരത്തിൽ വലിയ ഗതാഗത കുരുക്ക്. ദൃശ്യങ്ങൾ കാണിക്കുകയാണ്. ഇപ്പോൾ തൃശ്ശൂരിൽ നിന്ന് അല്ലെങ്കിൽ അതിന് മുൻപുള്ള സ്ഥലങ്ങളിൽ നിന്ന് തൃശ്ശൂർ എത്തി ഇപ്പോൾ കൊച്ചിയിലേക്ക് വരാനായി നിങ്ങളുടെ പ്രിയപ്പെട്ടവർ ആരെങ്കിലും വന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അവർ ലേറ്റ് ആകും എന്ന് പറഞ്ഞാൽ ആ ലേറ്റ് ആകുന്നതിന്റെ കാരണം ഇതാണ്. മുരിങ്ങൂരിലെ കുരുക്ക് കണ്ടില്ലേ? കിലോമീറ്ററുകളോളം ഇങ്ങനെ നിരങ്ങിയാണ് വാഹനങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഇപ്പോൾ ഈ മണിക്കൂറിൽ മാത്രമല്ല, കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായിട്ട് ഇതാണ് അവിടുത്തെ അവസ്ഥ. വളരെ പതുക്കെയാണ് എറണാകുളം ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. പുലർച്ചെ തുടങ്ങിയ ഗതാഗത കുരുക്കാണ്. രാത്രിയാണ് തടിലോറി മറിഞ്ഞത്. ഇപ്പോൾ ഗൂഗിൾ മാപ്പ് അനുസരിച്ച് അർജുൻ പറയുന്നത് ഏകദേശം 7 കിലോമീറ്ററോളം ചുവന്ന് കിടക്കുകയാണ്. ഇപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. ആകാശ ദൃശ്യങ്ങളിലൂടെ നമ്മൾ ആ നേർക്കാഴ്ച പ്രേക്ഷകരെ അറിയിക്കുകയാണ്. ഇത് തത്സമയ ദൃശ്യങ്ങളാണ്. ദേശീയപാതയിൽ വലിയ ഗതാഗത കുരുക്കാണ് ഇപ്പോൾ ഉള്ളത്. എറണാകുളം ഭാഗത്തേക്കുള്ള വാഹനങ്ങളാണ് ഇങ്ങനെ പതിയെ ഇഴഞ്ഞിഴഞ്ഞ് നീങ്ങുന്നത്. അതേസമയം എറണാകുളത്ത് നിന്ന് തൃശ്ശൂരിലേക്കുള്ള വഴി നമുക്ക് കാണാം. ആ വഴിയെ വാഹനങ്ങൾ നീങ്ങുന്നുണ്ട്. എന്നാൽ എറണാകുളത്തേക്കുള്ള വാഹനങ്ങൾ വളരെ പതുക്കെയാണ് നീങ്ങുന്നത്. 2 ലൈനായി പോകുന്ന ആ
വാഹനങ്ങളുടെ ആകാശ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. പുലർച്ചെ തുടങ്ങിയ ഗതാഗത കുരുക്കാണ്. ഇതിൽ വലഞ്ഞു കിടക്കുന്നത് പ്രധാനമായും ദീർഘദൂര യാത്രയ്ക്കായിട്ടൊക്കെ പോയി തിരിച്ചു വരുന്നവർ, അല്ലെങ്കിൽ ഇങ്ങോട്ടേക്ക് കൊച്ചി ഭാഗത്തേക്ക് വരുന്ന ആളുകൾ, ആശുപത്രി സൗകര്യത്തിന് അല്ലെങ്കിൽ എയർപോർട്ടിലേക്കൊക്കെ പോകാനായി സമയം പാലിക്കേണ്ട ആളുകളും ഈ കൂട്ടത്തിൽ പെട്ടുപോയിട്ടുണ്ടാകില്ലേ അർജുൻ? അവരുടെ പ്രതികരണങ്ങളിലേക്ക് പോകാം. തീർച്ചയായും സുജയ, നമ്മൾ ഈ ചെറിയ കാർ യാത്രക്കാരുടെയും മറ്റും പ്രതികരണം തേടാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഈ കാണുന്ന വാഹനങ്ങളൊക്കെ തന്നെ തൊട്ടടുത്തുള്ള മേഖലകളിൽ നിന്ന് ഈ സർവീസ് റോഡ് വഴി ഈ പ്രധാന റോഡിലേക്ക് കയറുന്നവരാണ്. പക്ഷേ മറ്റ് കാർ യാത്രക്കാരൊക്കെ തന്നെ ചാലക്കുടിയിൽ നിന്നും അതിന് മറ്റ് ചില സ്ഥലങ്ങളിൽ നിന്നുമൊക്കെ തന്നെ പോലീസ് വഴിതിരിച്ചു വിട്ടിട്ടുണ്ട്. ഇപ്പോൾ ഈ പ്രധാനമായും വലിയ ലോറികൾ മാത്രമാണ് ഇപ്പോൾ ഈ ഭാഗത്ത്, അതായത് ഞാൻ നിൽക്കുന്ന മുരിങ്ങൂർ ഭാഗത്ത് വഴി കടന്നു പോകുന്നത്. അല്ലെങ്കിൽ അവരൊക്കെ തന്നെ അത്തരത്തിൽ വലിയ പ്രതിസന്ധി നേരിടുന്നുണ്ട്. നമുക്കൊരു ബൈക്ക് യാത്രക്കാരോട് ചോദിക്കാം. എല്ലാവരും തന്നെ വലിയ തിരക്കിൽ പോവുകയാണ്. കാരണം മണിക്കൂറുകളോളം കാത്തുനിന്ന ശേഷമാണ് അവരൊക്കെ തന്നെ ഇങ്ങോട്ടേക്ക് എത്തിപ്പെട്ടത്. ചേട്ടാ, കുറേ നേരം ബ്ലോക്ക് പെട്ടോ? പിന്നെ നല്ല രീതിക്ക് പെട്ടിയേട്ടാ. കുറേ ബ്ലോക്ക് പെട്ടോ? ഒരുപാട് നേരം. ചേട്ടാ, കുറേ നേരം ബ്ലോക്ക്? പുതുക്കാട് മുതൽ ബ്ലോക്കാണ് സാറേ, പുതുക്കാട് മുതൽ ബ്ലോക്കാ. ഒരു 1.5 മണിക്കൂറിന് മേലെ ഇവിടെ വന്ന് നിൽക്കണ്. ഈ ബൈക്കും ഇത്ര ബ്ലോക്ക്. അപ്പൊ ഈ ലോറിക്കാരുടെ അവസ്ഥ ആലോചിച്ച് നോക്കിയൊന്ന്. അത് തന്നെയാണ്, ആ രോഷം അവരുടെ വാക്കുകൾ തന്നെ കാണാം സുജയ. അതായത് ബൈക്ക് യാത്രക്കാരായിട്ട് പോലും അവർക്ക് 1.5 മണിക്കൂറിലേറെ ഈ 5-6 കിലോമീറ്റർ താണ്ടാൻ വേണ്ടി കാത്തു നിൽക്കേണ്ടി വന്നു. അങ്ങനെയാണെങ്കിൽ ഈ കാർ യാത്രക്കാരുടെയും മറ്റ് ബസ്സിൽ വരുന്നവരുടെയൊക്കെ തന്നെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളതാണ് അവർ ചോദിക്കുന്നത്. മാത്രമല്ല കനത്ത മഴയുമുണ്ട് പല മേഖലകളിലും, അതും വലിയ ഇത് കോടതി ഇടപെട്ടതാണ്. സുപ്രീം കോടതിയും ഹൈക്കോടതിയും ഒക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ, കഴിഞ്ഞ ആഴ്ചയും ഒക്കെ ചോദിച്ചുകൊണ്ടേയിരുന്നതാണ് ഈ വഴിയിൽ എത്ര നേരമാണ് ആളുകൾക്ക് ഇങ്ങനെ പെട്ടുപോകേണ്ടി വരുന്നതെന്ന്. ഇതിപ്പോൾ ഒരു ലോറി മറിഞ്ഞപ്പോൾ ഇതാണ് അവസ്ഥയെന്നുണ്ടെങ്കിൽ ദിവസവും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ലോറി മറിഞ്ഞത്, അല്ലെങ്കിൽ മറ്റൊരു വിഷയം, അല്ലെങ്കിൽ കുഴി, അങ്ങനെ ഇഴഞ്ഞിഴഞ്ഞ് നീങ്ങേണ്ടി വന്നാൽ പിന്നെ ഈ റോഡൊക്കെ ഉണ്ടാക്കിയിട്ടത് കൊണ്ട് എന്ത് പ്രയോജനം എന്നുള്ള ഒരു ചോദ്യമില്ലേ?